ജനങ്ങൾ ഈ പരിപാടികളുടെ നടത്തിപ്പിനെയാണ് എങ്ങനെയെന്നുള്ളതാണ് ഇന്നിപ്പോൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ആ പരിപാടികൾ ഓരോന്നും അതിൻ്റെ പൂർണ്ണമായ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തന പരിപാടികൾ പോകണം. അപ്പം ചിലപ്പം ചില പ്രശ്നങ്ങൾ വരും. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ ചില തീരുമാനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് ആവശ്യം വരും. അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ട സപ്പോർട്ട് തരും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകും. ഇത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് സംഗതി. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ചും നമുക്ക് ഉള്ളത് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരമുണ്ട്. നമ്മുടെ ഈ തീരുമാനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം നമ്മുടെ ഈ പെൻഡിങ് ഫയൽസൊക്കെ തീർക്കുക എന്നുള്ളതാണ്. നിയമപരമായി ബുദ്ധിമുട്ടില്ലാത്ത ഫയലുകളെല്ലാം അത് ഈ 100 ദിവസത്തിനുള്ളിൽ നമുക്കത് തീർക്കണം. അത് വ്യക്തമായിട്ടും അതിനുള്ള പരിപാടികളിട്ട് നീങ്ങണം. അത് വിചാരിച്ചാൽ സാധിക്കും. അതിനുള്ള ഇത് വരണം. ഇടയ്ക്ക് നിങ്ങൾ സെക്രട്ടറിമാർ അത് റിവ്യൂ ചെയ്യണം. ചീഫ് സെക്രട്ടറി മൊത്തത്തിൽ ഒന്ന് റിവ്യൂ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കി ഈ പരിപാടി അനൗൺസ് ചെയ്ത തീയതിയിൽ പെൻഡിങ് ആയിട്ടുള്ള ഫയലുകളെല്ലാം അതിനിടയ്ക്ക് വരുന്ന ഫയലുകൾ പിന്നീട് നോക്കുക. അതുവരെയുള്ള ഇത് നോക്കിയിട്ട് ഇതാക്കുക. അപ്പോൾ അത് സെക്രട്ടറിമാർ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യണം. ചീഫ് സെക്രട്ടറി പൊതുവായിട്ട് റിവ്യൂ ചെയ്യണം. അങ്ങനെ ഇതിൻ്റെ പ്രോഗ്രസ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ചിലപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പം ഒരു തീരുമാനമെടുത്താൽ 10, 500, 600 ഫയൽ വേണേൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തീരുമാനം എന്താണ് എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കൺസേൺഡ് മന്ത്രിമാരുടെ ശ്രദ്ധയിൽ, അതല്ല ക്യാബിനറ്റിൻ്റെ ശ്രദ്ധയിൽ വരേണ്ടതാണെങ്കിൽ ക്യാബിനറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ചിലപ്പം ചില തീരുമാനത്തിൻ്റെ തടസ്സത്തിൻ്റെ പേരിലായിരിക്കും മൊത്തത്തിൽ ഫയലുകൾ സ്റ്റക്കായി കിടക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വെച്ച് ഇതായി വരണം. അതുപോലെ ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനം, ഏറ്റവും വേഗത്തിലുള്ള സേവനം അതും ഈ പരിപാടികൾക്കകത്ത് ലക്ഷ്യമാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം, നമ്മൾ റേഷൻ കാർഡിന് വേണ്ടി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ തീരുമാനമെടുക്കുക. 3 ലക്ഷത്തോളം അപേക്ഷകളുണ്ട്. അത് ഈ 100 ദിവസത്തിനുള്ളിൽ എടുക്കണം. അതിനുശേഷം ഓരോ റേഷൻ കാർഡിന് അപേക്ഷ കിട്ടുന്ന ദിവസം തന്നെ അത് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ജനങ്ങളുടെ താല്പര്യം അവർക്ക് ഇന്നിപ്പോൾ മറ്റെന്തിനേക്കാളും പ്രധാനം സമയമാണ്. അപ്പം 2 പ്രാവശ്യം ഓഫീസിൽ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കത്തക്ക വിധത്തിൽ അപേക്ഷ കൊടുക്കുന്ന ദിവസം തന്നെ കൊടുക്കണം. അതിനകത്ത് ചിലപ്പം ചില സംശയങ്ങൾ നിങ്ങൾക്ക് പിന്നെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് തോന്നിയേക്കാം. ചിലപ്പം അതിനകത്ത് ചില തെറ്റുകൾ കണ്ടേക്കാം. പക്ഷേ അത് കൊടുത്തിട്ട് സംശയം തോന്നുന്നതൊക്കെ അന്വേഷിച്ചിട്ട് ഏതെങ്കിലും കിട്ടാൻ അർഹതയില്ലെങ്കിൽ അന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 1000 പേർക്ക് അപേക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ ഒരാളോ 2 പേരോ 3 പേരോ എന്തെങ്കിലും കുഴപ്പം കാണിച്ചേക്കോ എന്ന് സംശയിച്ച് 1000 പേരുടെയും അവർക്ക് കിട്ടേണ്ട സേവനം സമയത്ത് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. അത് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റ് തിരുത്താൻ സമയമുണ്ട്. അതിനകത്ത് ഒരു വിധത്തിലും അത് ഒരു തെറ്റായ നടപടിയായിട്ട് ആരും കാണത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സേവനങ്ങൾ ലഭ്യമാകുന്ന ഉള്ള മേഖലകളിൽ സമയബന്ധിതമായിട്ട് തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം.